നമസ്തേ. ഇത് നമ്മൾ ഇനി ബാക്കി വരുന്ന യൂണിറ്റ് നാലാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലും പണ്ഡിത ലക്ഷണം, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത പണ്ഡിത ലക്ഷണത്തിന്റെ ബാക്കി ഭാഗമാണ് ഈ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ പണ്ഡിത ലക്ഷണം ഉപന്യാസ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം ചേർത്ത് വേണം ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ ഇനി വരുന്ന ഭാഗം എന്താണെന്ന് നോക്കാം അല്ലേ. കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന പണ്ഡിത ലക്ഷണം എന്താണ് എന്ന് പറയാം. അപ്പോൾ 25-ാമത്തെ ശ്ലോകം മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ബാക്കി പണ്ഡിത ലക്ഷണം പറയുന്നത്. അപ്പോൾ പണ്ഡിത ലക്ഷണം ശിഷ്ടോ ഭാഗ, അവശേഷിക്കുന്ന ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം നോക്കാം. പണ്ഡിതഃ സ്വബുദ്ധ്യാ സദാചാരം തത്സമ്പത്തിം ച സാധയതി. പണ്ഡിതൻ എങ്ങനെയാണ്? സ്വബുദ്ധ്യാ, സ്വന്തം ബുദ്ധിയാൽ തന്നെ, സദാചാരം സൽസമ്പത്തിം ച സാധയതി, നല്ല ശീലങ്ങളെയും നല്ല ആചാരത്തെയും സമ്പത്തി സമൃദ്ധിയെയും സാധിക്കുന്നു, നേടിയെടുക്കുന്നു. യസ്യ സംസാരിണീ പ്രജ്ഞ ധർമാർത്ഥാവനുവർത്തതേ കാമാദർത്ഥം വൃണുതേയ സവൈ പണ്ഡിത ഉച്യതേ. യസ്യ സംസാരിണീ പ്രജ്ഞ, യാതൊരുവന്റെയാണോ, യാതൊരു മനുഷ്യന്റെയാണോ സംസാരിണീ പ്രജ്ഞ, സംസാര വിഷയകമായിട്ടുള്ള ലോക വിഷയകമായിട്ടുള്ള പ്രജ്ഞ, ബുദ്ധി. അപ്പൊ യാതൊരുവന്റെ ലോക വിഷയകമായിട്ടുള്ള ബുദ്ധിയാണോ ധർമാർത്ഥവും അനുവർത്തത, ലോകവിഷയം എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പുറമേയുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള ബുദ്ധി. ധർമാർത്ഥവും അനുവർത്തതേ, ധർമ്മത്തെയും ധർമ്മത്തിനും അർത്ഥത്തിനും അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ യാതൊരു മനുഷ്യന്റെ സംസാര ലോകപരമായിട്ടുള്ള, അതായത് ലോകവിഷയകമായിട്ടുള്ള ബുദ്ധിയാണോ ധർമ്മത്തിനും അർത്ഥത്തിനും അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നത്. യഹ കാമാത് അർത്ഥം വൃണുതേ, യാതൊരുവനാണോ കാമാത് അർത്ഥം വൃണുതേ, അർത്ഥത്തെ കാമത്തേക്കാൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെക്കാൾ അർത്ഥം വൃണുതേ, പുരുഷാർത്ഥത്തെ സ്വീകരിക്കുന്നത്. അതായത് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് യാതൊരുവനാണോ പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്, സഹ പണ്ഡിത ഉച്യതേ, അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പോൾ യാതൊരുവന്റെ ലോകവിഷയകമായിട്ടുള്ള ബുദ്ധിയാണോ ധർമ്മത്തിനും അർത്ഥത്തിനും അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ യാതൊരുവനാണോ ആഗ്രഹങ്ങളുടെ പൂരണത്തിനായിട്ട് ധനത്തെ നശിപ്പിക്കുന്നത്, അവൻ പണ്ഡിതനാണെന്ന് പറയപ്പെടുന്നു. ആഗ്രഹങ്ങളുടെ പൂരണത്തിനായിട്ട് ധനത്തെ നശിപ്പിക്കാതിരിക്കുന്നത് അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. അതായത് ഉപഭോഗ വസ്തുക്കളോടുള്ള ആഗ്രഹത്തെ കുറച്ച് ധനം സമ്പാദിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. സ്വശക്തിം പര്യാലോച്യ കാര്യകരണേ ഉത്സുകോ ഭവേത് പണ്ഡിതഃ. തന്റെ ശക്തി എന്താണ് എന്ന് ചിന്തിച്ച ശേഷം മാത്രം കാര്യകരണേ, കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉത്സുകഃ ഭവേത് പണ്ഡിതഃ, ഉത്സുകനായിരിക്കും, തൽപരനായിരിക്കും പണ്ഡിതൻ. അപ്പൊ തന്റെ ശക്തി അനുസരിച്ച് മാത്രമായിരിക്കും പണ്ഡിതനായ ഒരാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. തനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച ശേഷം മാത്രമേ പണ്ഡിതനായ ഒരാൾ ഒരു കാര്യം ചെയ്യുകയുള്ളൂ. പണ്ഡിത ബുദ്ധയഃ നരാഹ, പണ്ഡിതന്മാരുടേതായിട്ടുള്ള ബുദ്ധിയുള്ളതായിട്ടുള്ള മനുഷ്യർ, പണ്ഡിതന്മാരുടേതുപോലെ ബുദ്ധിയുള്ള മനുഷ്യർ, യഥാശക്തി ചികീർഷന്തി, യഥാശക്തി ശക്തി അനുസരിച്ച്, അവരുടേതായിട്ടുള്ള ശക്തി അനുസരിച്ച് കഴിവിനനുസരിച്ച്
ചികീർഷന്തി കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പണ്ഡിതന്മാരുടെ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു? അവരുടെ ശക്തിക്കനുസരിച്ച് കാര്യങ്ങൾ, കർമ്മങ്ങൾ സന്തോഷമായി ചെയ്യുന്നു. ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ യഥാശക്തി കുർവതേച്ച, അവരുടെ സ്വശക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. കിഞ്ചിത് ന അവമന്യന്തേ, യാതൊന്നിനെയും അവർ അവഗണിക്കുന്നില്ല. അപ്പോൾ പണ്ഡിതന്മാർ, പണ്ഡിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള മനുഷ്യർ സ്വശക്തിക്കനുസരിച്ച്, തങ്ങളുടെ ശക്തിക്കനുസരിച്ച് കർമ്മങ്ങൾ സന്തോഷമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവർ സ്വന്തം ശക്തിക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. പിന്നെ എന്താണ്? മറ്റുള്ളതിനെയെല്ലാം നിസാരമായിട്ട് കാണാതിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളെയാണ് എന്തെന്ന് പറയുന്നത്? പണ്ഡിതൻ എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നിസാരവൽക്കരിക്കാതെ തൻ്റെ ശക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ആ ശക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇനി പണ്ഡിതസ്യ പ്രഥമം ലക്ഷണം പ്രജ്ഞാനം ഭവതി. പണ്ഡിതന്റെ ഒന്നാമത്തെ ലക്ഷണം, പ്രഥമമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? പ്രജ്ഞാനം എന്നാണ്. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ടുള്ള അറിവ്, തെറ്റും ശരിയും ഏതാണ് എന്ന് വിവേചിച്ചറിയുവാനുള്ളതായിട്ടുള്ള പ്രത്യേകമായ കഴിവാണ് പ്രജ്ഞാനം. ആ പ്രജ്ഞാനമാണ് ഒരു പണ്ഡിതന്റെ ഒന്നാമത്തെ ലക്ഷണം. ക്ഷിപ്രം വിജാനാതി ചിരം ശൃണോതി വിജ്ഞായ ച അർത്ഥം ഭജതേന കാമാത് നാസംപൃഷ്ടോ വ്യപയുക്തേ പരാർത്ഥേ തത് പ്രജ്ഞാനം പ്രഥമം പണ്ഡിതസ്യ. ക്ഷിപ്രം വിജാനാതി, പെട്ടെന്ന് തന്നെ, ഝടിതി പെട്ടെന്ന് തന്നെ, വിജാനാതി മനസ്സിലാക്കുന്നു. അപ്പോൾ പറയപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ, വേഗത്തിൽ തന്നെ മനസ്സിലാക്കുകയും, ചിരം ശൃണോതി വളരെ സമയം, ക്ഷമയോടെ ശൃണോതി കേൾക്കുകയും, അതായത് ഗ്രഹണശക്തി, കേൾക്കുവാനുള്ള, കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ്, വളരെ സമയം ക്ഷമയോടെ കേൾക്കുകയും ഗ്രഹണശക്തി ഉള്ളവനും, അർത്ഥം വിജ്ഞായ ഭജതെ, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പുരുഷാർത്ഥം എന്താണ്, കർത്തവ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നു. എന്ന കാമാത്, ഒരിക്കലും അതിൻ്റെ ഫലം എന്താണ് എന്ന ചിന്തയിലല്ലാതെ തൻ്റെ കർത്തവ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫലാസക്തി ഇല്ലാതെ ആ കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. പരാർത്ഥേ അസംപൃഷ്ടോ ന വ്യപയുക്തേ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചോദിക്കാതെ തന്നെ, അനുമതിയില്ലാതെ, പറയാതെ തന്നെ ഭാഷണം നടത്താതിരിക്കുകയും അല്ലെങ്കിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നത്. തത് പ്രജ്ഞാനം പണ്ഡിതസ്യ പ്രഥമം ലക്ഷണം. ആ ഒരു തിരിച്ചറിവാണ്, അറിവാണ് പണ്ഡിതന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് ക്ഷിപ്രം വിജാനാതി, പറയുന്ന കാര്യം, വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ, വേഗത്തിൽ തന്നെ മനസ്സിലാക്കുകയും, ചിരം ശൃണോതി ക്ഷമയോടെ കുറേ നേരം കേൾക്കുവാനുള്ള കഴിവുള്ളതാർക്കാണോ, അതുപോലെ അർത്ഥം വിജ്ഞായ ഭജതേ, തൻ്റെ കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്തവ്യങ്ങൾ ചെയ്യുകയും, എങ്ങനെ? കാമാത്, അവയോട് ഫലത്തിൽ ആസക്തിയില്ലാതെ, കർത്തവ്യങ്ങളുടെ ഫലത്തിനോട്, നേട്ടങ്ങളോട് ആഗ്രഹമില്ലാതെ തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയും, പിന്നെന്താണ്? പരാർത്ഥേ അസംപൃഷ്ടോ ന വ്യപയുക്തേ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അവർ ആവശ്യപ്പെടാതെ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നത്. ആ ഒരു അറിവാണ് പണ്ഡിതന്റെ ഒന്നാമത്തെ ലക്ഷണം, പ്രഥമമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് പറയാണ്, പണ്ഡിതാഹ അപ്രാപ്യം ന ഇച്ഛന്തി പ്രണഷ്ടം ന ശോചന്തി ച. പണ്ഡിതർ അപ്രാപ്യം, ഒരിക്കലും ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതാണ് അപ്രാപ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്. പണ്ഡിതന്മാരെങ്ങനെയാണ്? അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതിനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്രണഷ്ടം ന ശോചന്തി, ഈ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ തന്നെയും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല. അപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്തതിനെ പറ്റി ആഗ്രഹിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി സങ്കടപ്പെടുന്നുമില്ല.
ആര്? പണ്ഡിതന്മാർ. ന പ്രാപ്യം അഭിവാഞ്ചന്തി നഷ്ടം നേച്ഛന്തി ശോചിതും ആപത്സു ന മുഹ്യന്തി നരാ പണ്ഡിത ബുദ്ധയഃ. പണ്ഡിത ബുദ്ധയഃ നരാഹ, പണ്ഡിതന്മാരായിട്ടുള്ള മനുഷ്യന്മാർ അപ്രാപ്യം ന അഭിവാഞ്ചന്തി, അസാധ്യമായിട്ടുള്ള, ലഭിക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള, കിട്ടില്ല എന്നുള്ളതായിട്ടുള്ള വസ്തുക്കളെ ന അഭിവാഞ്ചന്തി, ആഗ്രഹിക്കുന്നില്ല. നഷ്ടം ശോചിതും ന ഇച്ഛന്തി, നഷ്ടപ്പെട്ട ഒന്നിനെ പറ്റി ശോചിതും, ആ കാര്യത്തെക്കുറിച്ചോർത്ത് വിഷമിക്കുവാൻ ന ഇച്ഛന്തി, ആഗ്രഹിക്കുന്നില്ല. ആപത്സു ന മുഹ്യന്തി ച, ആപത്തുകളിൽ, ഓരോരോ ദുർഘടങ്ങളിൽ ആപത്തുകൾ സംഭവിക്കുമ്പോൾ അതിലിങ്ങനെ വിഷമിച്ച് ദുഃഖിതരാവുകയും ചെയ്യുന്നില്ല, അതിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള മനുഷ്യരെങ്ങനെയാണ്? ലഭിക്കാൻ പ്രയാസമുള്ളതായ, അസാധ്യമായിട്ടുള്ള വസ്തുക്കളെ ആഗ്രഹിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. അതുപോലെ ആപത്സൂന മുഹ്യന്തി, ആപത്തുകളിൽ, ആ ആപത്തിനെ കുറിച്ച് ഓർത്ത് അതിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളവരാണ് പണ്ഡിതരെന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വിചിന്യ കാരിത്വാദയോപി പണ്ഡിത ലക്ഷണേ അന്തർഭവന്തി. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതും എന്താണ്? പണ്ഡിത ലക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ്. നിശ്ചിത്യായ പ്രക്രമതേ നാന്തർവസതി കർമ്മണഃ അവന്ധ്യകാലോ വശ്യാത്മാ സ വൈ പണ്ഡിത ഉച്യതേ. യഹ നിശ്ചിത്യ പ്രക്രമതേ, അതായത് യാതൊരുവനാണോ കാര്യങ്ങൾ, കർമ്മങ്ങൾ നിശ്ചിത്യ, ചിന്തിച്ച് നിശ്ചയിച്ച ശേഷം മാത്രം പ്രക്രമതേ ആരംഭിക്കുന്നത്, കർമ്മണഃ അന്തഃ ന വസതി, ആ തുടങ്ങിയതായിട്ടുള്ള, പ്രാരംഭിച്ചതായിട്ടുള്ള കർമ്മത്തിന്റെ അന്തഃ, ഇടയ്ക്ക് വെച്ച്, മധ്യത്തിൽ വെച്ച്, ന വസതി ന വിരമതി, വിരമിക്കാതിരിക്കുന്നത്, പിന്തിരിയാതിരിക്കുന്നത്, അവന്ധ്യകാലഃ വശ്യാത്മാച്ച, അവന്ധ്യകാലഃ വെറുതെ സമയം പാഴാക്കാതിരിക്കുന്നത്, വശ്യാത്മാച്ച ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നത്, സഹ വൈ പണ്ഡിത ഉച്യതേ, അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ആരെയാണ്? യഹ നിശ്ചിത്യ പ്രക്രമതേ, യാതൊരുവനാണോ കർമ്മങ്ങൾ ചിന്തിച്ച് നിശ്ചയിച്ച് തീരുമാനമെടുത്ത ശേഷം മാത്രം ആരംഭിക്കുന്നത്, ആ ആരംഭിച്ച കർമ്മങ്ങളുടെ ഇടയ്ക്ക് വെച്ച് അതിൽ നിന്നും പിന്തിരിയാതിരിക്കുന്നത്, അതുപോലെ സമയം വെറുതെ പാഴാക്കാതിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്നത്, അതായത് ഇന്ദ്രിയങ്ങളെ മിതമായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അടുത്തത് ജ്ഞാനിനഃ സൽപുരുഷോചിതേ കർമ്മണി തുഷ്യന്തി. അറിവുള്ളവർ, വിജ്ഞാനമുള്ളവർ സൽപുരുഷന്മാർക്ക്, നല്ല പുരുഷന്മാർക്ക് ഉചിതമായിട്ടുള്ള കർമ്മങ്ങളിൽ സന്തോഷിക്കുന്നു. ആര്യകർമ്മണി രജ്യന്തേ ഭൂതി കർമാണി കുർവതേ ഹിതം ച ന അഭ്യസൂയന്തി പണ്ഡിത ഭാരതർഷഭ. ഇതെല്ലാം വിദുരർ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ്. അപ്പൊ ഭാരതർഷഭ, അല്ലയോ ഭരതകുലശ്രേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രരെ, പണ്ഡിതാഹ ആര്യകർമാണി രജ്യന്തേ, പണ്ഡിതന്മാർ, വിവേകികളായിട്ടുള്ളവർ, ആര്യകർമാണി ശ്രേഷ്ഠ സൽപുരുഷന്മാർക്ക് ചെയ്യുവാൻ ഉചിതമായിട്ടുള്ള, അല്ലെങ്കിൽ സൽപുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങളിലാണ് രജ്യന്തേ സന്തോഷിക്കുന്നത്. അതായത് പണ്ഡിതന്മാർ എപ്പോഴും സൽപുരുഷന്മാർക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ. ഭൂതി കർമാണി കുർവതേ, ഐശ്വര്യകരമായിട്ടുള്ള, ഉന്നതി ഉണ്ടാക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹിതം ന അഭ്യസൂയന്തി ച, ഹിതകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അല്ലയോ ഭരതർഷഭ, ഭരതകുലശ്രേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രരെ,
പണ്ഡിതന്മാർ എപ്പോഴും എങ്ങനെയാണ്? ആര്യകർമാണി രജ്യന്തേ, സൽപുരുഷന്മാർക്ക് ചെയ്യുവാൻ ഉചിതമായിട്ടുള്ള നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഭൂതികർമാണി കുറുവതേ, ശ്രേയസ്കരമായിട്ടുള്ള ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഹിതം ന അഭ്യസൂയന്തീച്ച, ഹിതകരമായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവൻ എന്താണ്? ആരോടും വിദ്വേഷം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നില്ല. അടുത്തത് പണ്ഡിതഃ ഗംഗാഹൃതഃ ഇവ അക്ഷോഭ്യഃ. പണ്ഡിതൻ എങ്ങനെയാണ്? ഗംഗാ നദിയിലെ തടാകം എന്നതുപോലെ, ഹൃദം എന്ന് പറഞ്ഞ തടാകം എന്നാണ് അർത്ഥം. ഗംഗാ നദിയിലെ തടാകം എന്നതുപോലെ അക്ഷോഭ്യഃ, അക്ഷോഭ്യനാണ്, ക്ഷോഭിക്കാത്തവനാണ്. ന ഹൃഷ്യത്യാത്മസമ്മാനേ നവമാനേന തപ്യതേ ഗാംഗോഹൃത ഇവ അക്ഷോഭ്യോ യസ പണ്ഡിത ഉച്യതേ. അപ്പൊ ശാന്ത സ്വഭാവമുള്ളവനാണ് പണ്ഡിതൻ എന്ന് പറയാണ്. യഹ ആത്മസമ്മാനേന ഹൃഷ്യതി, യാതൊരുവനാണോ ആത്മസമ്മാനെ തന്റെ അഭിമാനത്തിൽ തന്നെ ആദരിക്കുന്നതിൽ ന ഹൃഷ്യതി, സന്തോഷിക്കാതിരിക്കുന്നത്, അതായത് മറ്റുള്ളവർ തന്നെ ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനിക്കുമ്പോൾ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുന്നത്. അവമാനേന തപ്യതേ, തന്നെ അപമാനിക്കുന്നതിൽ ദുഃഖിക്കാതിരിക്കുന്നത്, അതായത് മറ്റുള്ളവർ തന്നെ ആദരിച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ അപമാനിച്ചുകൊള്ളട്ടെ, അതിൽ പ്രത്യേകിച്ച് വികാരമൊന്നും കാണിക്കാതെ, ശ്രദ്ധയൊന്നും കാണിക്കാതിരിക്കുന്നത്. ഗാംഗഹ ഹൃദ ഇവ അക്ഷോഭ്യ, ഗംഗാ നദിയിലെ തടാകം എന്ന പോലെ അക്ഷോഭ്യനായിട്ടുള്ള ശാന്തനായിട്ടുള്ള സഹ പണ്ഡിത ഉച്യത, അദ്ദേഹത്തെ പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിൽ അത്യധികം സന്തോഷം കാണിക്കാതിരിക്കുകയും മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ അത് ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണോ അദ്ദേഹം ഗംഗാ നദിയിലെ തടാകം എന്ന പോലെ ശാന്തനായിരിക്കുന്നു. അങ്ങനെയുള്ള ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ദുഃഖങ്ങളിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ശാന്ത സ്വഭാവനായിരിക്കുന്നത് ആരാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രപഞ്ചസ്യ സർവപ്രാണിനാം ച തത്വജ്ഞഃ ഭവതി പണ്ഡിതഃ. പ്രപഞ്ചത്തിലെ എല്ലാ പ്രാണികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും തത്വമറിഞ്ഞവനാണ്, അല്ലെങ്കിൽ അവരുടെ സത്ത എന്താണ് എന്നറിഞ്ഞവനാണ് പണ്ഡിതൻ. തത്വജ്ഞ സർവഭൂതാനാം യോഗജ്ഞ സർവകർമ്മണാം ഉപായജ്ഞോ മനുഷ്യാണാം നര പണ്ഡിത ഉച്യതേ. സർവഭൂതാനാം തത്വജ്ഞ, എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞ ജീവജാലങ്ങളുടെയും, തത്വജ്ഞ യാഥാർത്ഥ്യം എന്തെന്ന് അറിഞ്ഞവനാണ്. സർവകർമ്മണാം യോഗജ്ഞ, എല്ലാ കർമ്മങ്ങളുടെയും യോഗ്യത എന്താണ് എന്നറിഞ്ഞവനാണ്. മനുഷ്യാണാം ഉപായജ്ഞ, മനുഷ്യരുടെ കർമ്മത്തെ സമീപിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം അല്ലെങ്കിൽ കർമ്മ ഉപായങ്ങളെല്ലാം അറിഞ്ഞവനാണ്. അങ്ങനെയുള്ള നരഹ പണ്ഡിത ഉച്യതേ, അങ്ങനെയുള്ള മനുഷ്യനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പ്രാണികളുടെയും യാഥാർത്ഥ്യം അറിയുന്നു, എല്ലാ ജീവികളുടെയും അവരുടേതായിട്ടുള്ള കർമ്മങ്ങളുടെ യോഗ്യത അറിയുന്നു, പിന്നെ മനുഷ്യരുടെ കർമ്മ സമീപന രീതി എങ്ങനെയാണ് എന്നും അറിയുന്നു. അങ്ങനെയുള്ള ഒരാളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? പണ്ഡിതഃ വാഗ്മി ഊഹകുശലഃ പ്രതിഭാവാംശ്ച ഭവതി. പണ്ഡിതൻ എങ്ങനെയായിരിക്കും? വാഗ്മി ആയിരിക്കും, വാക്കുകളെ അനായാസം പ്രയോഗിക്കുവാൻ കഴിവുള്ളവനായിരിക്കും, അനർഗള നിർഗളം വാക്കുകൾ പ്രവഹിക്കുന്നവനായിരിക്കും. ഊഹകുശലഃ, കാര്യങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവനായിരിക്കും. പ്രതിഭാവാംശ്ച ഭവതി, പ്രതിഭയുള്ളവനും ആയിരിക്കും. പ്രവൃത്തവാക് ചിത്രകഥ ഊഹവാൻ പ്രതിഭാനവാൻ ആശു ഗ്രന്ഥസ്യ വക്താ ച യ സ പണ്ഡിത ഉച്യതേ. യഹ പ്രവൃത്തവാക് ചിത്രകഥ, യാതൊരു പുരുഷനാണോ പ്രവൃത്തവാക് ചിത്രകഥ, വാക്കുകൾ തെറ്റാതെ പറയുന്ന വാക്കുകളിൽ നിന്നൊന്നും വ്യതിചലിക്കാതെ
അതായത് തെറ്റുകൂടാതെ സമർത്ഥമായി, വിചിത്രമായി എന്ന് പറഞ്ഞാൽ പലതരത്തിൽ സംസാരിക്കുന്നത്. ഊഹവാൻ, പ്രതിഭാനവാൻ, നിഗൂഢമായി ഊഹിച്ച് കാര്യങ്ങളെ ചിന്തിച്ചെടുക്കുവാനുള്ള കഴിവുള്ളത്. പ്രതിഭാനവാൻ, ഓരോ കാര്യങ്ങളുടെയും തത്വം അറിയുവാൻ കഴിയുന്നത്. ഗ്രന്ഥസ്യ ആശുവക്താച്ച, ഗ്രന്ഥങ്ങളുടെ തത്വം അറിഞ്ഞുകൊണ്ട് അവയെ വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ളത് അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പൊ യാതൊരു മനുഷ്യനാണോ തെറ്റുകൂടാതെ സമർത്ഥമായി അല്ലെങ്കിൽ വിചിത്രമായി പല വിഷയങ്ങളിൽ സംസാരിക്കുവാൻ കഴിയുന്നത്, അതുപോലെ നിഗൂഢമായിട്ടുള്ള വിഷയങ്ങളിൽ ചിന്തിച്ചെടുക്കുവാൻ കഴിവുള്ളത്, പിന്നെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അവയെ പെട്ടെന്ന് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളത് ആർക്കാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അതായത് ഒരു പെട്ടെന്നൊരു ഗ്രന്ഥം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ആർക്കാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ കാര്യങ്ങളിൽ, വിവിധ വിഷയങ്ങളിൽ തെറ്റാതെ സംസാരിക്കുവാൻ കഴിയുന്നവൻ, പിന്നെ ഓരോരോ കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ഊഹിച്ച് അവയെ മനസ്സിലാക്കുവാൻ കഴിവുള്ളത് ആർക്കാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? സദാചാരനിഷ്ഠ ശാസ്ത്രബുദ്ധി ച ഭവതി പണ്ഡിത. സദാചാരത്തിൽ നിൽക്കുന്നവനും നിലനിൽക്കുന്നവനും, സദാചാരം ഉദ്ദേശിക്കുന്ന നല്ല നല്ല ശീലങ്ങൾ, നല്ല ആചാരങ്ങൾ, നല്ല പ്രവൃത്തികൾ. ശാസ്ത്രബുദ്ധി, ശാസ്ത്രത്തിൽ അറിവുള്ളവനുമായിരിക്കും പണ്ഡിതൻ. ശ്രുതം പ്രജ്ഞാനുഗം യസ്യ പ്രജ്ഞാ ചൈവ ശ്രുതാനുഗ അസംഭിർനാര്യമര്യാദ പണ്ഡിതാഖ്യം ലഭേത സഹ. എങ്ങനെയാ പറയുന്നത്? യസ്യ ശ്രുതം പ്രജ്ഞാനുഗം, യാതൊരു മനുഷ്യന് പ്രജ്ഞാനുഗം ശ്രുതം, ബുദ്ധിക്കനുസരിച്ചുള്ള, ശ്രുതം എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞാനം. അപ്പൊ യാതൊരു മനുഷ്യന്റെയാണോ ശ്രുതം ശാസ്ത്രജ്ഞാനം, പ്രജ്ഞാനുഗം ബുദ്ധിക്കനുസരിച്ചായിട്ടുള്ളത്, പ്രജ്ഞാച ബുദ്ധിയാകട്ടെ, ശ്രുതാനുഗ ഏവ ശാസ്ത്രജ്ഞാനത്തിനനുസരിച്ചായിട്ടുള്ളത്, അസംഭിർനാര്യമര്യാദഃ നല്ല ആളുകളുടെ ആചാര്യമര്യാദകളും ഒന്നിനെയും തെറ്റിക്കാതെയുള്ള സ്ഥിതിയും ഉള്ളത് ആ പുരുഷനെ പണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പോൾ യാതൊരുവന്റെയാണോ ശാസ്ത്രജ്ഞാനം ബുദ്ധിക്കനുസരിച്ചായിട്ടുള്ളത്, യാതൊരുവന്റെ ബുദ്ധിയാണോ ശാസ്ത്രത്തിനനുസരിച്ചായിട്ടുള്ളത്, അസംഭിർന ആര്യമര്യാദഃ ഈ സൽപുരുഷന്മാരുടെ ആചാര്യമര്യാദകളൊന്നും ലംഘിക്കാതിരിക്കുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പണ്ഡിത ലക്ഷണം എന്ന ഭാഗത്ത് വരുന്നത്. ഇത് യൂണിറ്റ് 4 പണ്ഡിത ലക്ഷണമാണ്. അപ്പോൾ യൂണിറ്റ് 3, 4 എന്നീ യൂണിറ്റുകളിലാണ് പണ്ഡിത ലക്ഷണത്തെ പറ്റി വിവരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വേണം പണ്ഡിത ലക്ഷണം എന്ന ഉപന്യാസം എഴുതുവാനായിട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.